കടികളെ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊന്നല്ല, ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപിന്റെ ബബ്ബ മൂവിയുടെ ട്രെയിലർ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ പടത്തിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പൊ ട്രെയിലർ ആദ്യം കണ്ടിട്ട് പെട്ടെന്ന് വരാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. Flashback for mariye irukudi. ഇത് ഞാൻ കലക്കും. Super തൂക്കി അടിയണ്ണ. അഡ്വക്കേറ്റ് മുകുന്ദനും ഒറിജിനൽ. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായി സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൺ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. പെട്ടെന്ന് വേറെ രീതിയിലേക്ക് പോയിട്ടാ. അയ്യോ, അപ്പൊ ട്രെയിലർ കണ്ട് ഗംഭീരാണ്. ഗംഭീരം എന്ന് പറഞ്ഞാല് അതിന്റെ ട്രെയിലർ ഇത് കൊടുത്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. തരക്കേടില്ല. പടത്തിന് ഞാൻ പറയല്ല, പേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയം, ഭക്തി, ബഹുമാനം സൂചിപ്പിക്കുന്നത്. അപ്പൊ നീ പറയാനുള്ളതായിട്ടുള്ളത് ദിലീപിന്റെ നോർമൽ റൺവേ ആയ ഒരു രീതിയിൽ തന്നെയാണ് പോണത്. പക്ഷെ ആ തലാട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നതാണ്. പക്ഷെ എന്റെ മോനെ, രാജാവിന്റെ വരവ്, അവനും അണ്ണനും കൂടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അപ്പൊ ഗംഭീര സംഭവം ഉണ്ടാ. അതായത് ഒരു മുൻപൊരു കഥയുണ്ട്, അതിനുശേഷം ലാലേട്ടൻ വീണ്ടും എൻട്രി ആവുന്നുണ്ട്. അപ്പൊ മിക്കവാറും ആ കഥ സിനിമയിൽ കാണിക്കില്ല. അത് ചിലപ്പോൾ കഥ പറച്ചിലായിരിക്കും, അവരെ ഒരു വീര കഥകൾ പറയലായിരിക്കും. പിന്നെന്താണ് ഒരു ഈഗോ ക്ലാഷ് മാതിരി നമ്മുടെ വിനീത് ശ്രീനിവാസനും ദിലീപും പോകുന്നത്. ശരിക്കും വില്ലനെ അവരൊന്നും ആയിരിക്കില്ല, അതിന് ആൾക്കാർ വേറെ ആയിരിക്കുള്ളൂ. ആ ഒരു രീതിയിൽ പോകും. പിന്നെ ലാലേട്ടൻ വരും, അതിൻ്റെ ഇടയിൽ ട്വിസ്റ്റ് രക്ഷയില്ല. ലാലേട്ടൻ വന്നു വേറെ ലെവൽ. അവർ 2-3 വയൻ ഷീട്ടും ഒരു ജീപ്പിൽ വരുന്നതും സിഗരറ്റ് കത്തിക്കുന്ന സ്റ്റെപ്പ് ഇടുന്നതൊക്കെ വേറെ 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 ലെവല് സാധനമാണ്. അപ്പൊ ഒരു കാര്യം പറയാം, ലാലേട്ടനുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം. കാരണം ദിലീപിന്റെ ഒരു മാറ്റം, ഒരു ഇതുമില്ല, തലയാട്ടം എന്തോ ഒരു പ്രത്യേകത ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. മുക്കിലും മൂലയിലും എന്റെ പോസ്റ്ററുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അതേമാതിരി കംബാക്ക്, അതേമാതിരി തന്നെ ലാലേട്ടനെ കാണിക്കുമ്പോൾ റിയൽ ഒറിജിനൽ മോഹൻലാൽ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വേറെ എന്തൊക്കെ ഉണ്ട് സംഭവം. ലാലേട്ടൻ വരുമ്പോ വേറെ ലെവലായിരിക്കും. അങ്ങനെ തമ്പി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് പടം ധൈര്യമായിട്ട് ലാലേട്ടനുള്ളതുകൊണ്ട്, ഞാൻ പറയുന്നു ലാലേട്ടനുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ മൂവിക്ക് ടിക്കറ്റ് എടുക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ദിലീപ് ഒരു പണ്ട് മുതലേ നമുക്ക് കണ്ടുവന്ന ദിലീപുണ്ട്. പക്ഷെ ഒരു കാലത്ത് ദിലീപ് നമ്മളൊക്കെ വിസ്മയിപ്പിച്ചേർന്നിട്ടാ. എങ്ങനെ ചിരിപ്പിച്ചും ആ രീതിയിലൊക്കെ കുഞ്ഞിക്കോനൻ, ചാന്തപൊട്ട്, അങ്ങനെ മീശമറവനുള്ള ഉള്ള പടങ്ങളൊക്കെ ദിലീപ് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ദിലീപിന് ഒരു മാറ്റില്ല. അതേ ഇതിൽ വന്ന ജയസൂര്യ ആണെങ്കിൽ സെലക്റ്റീവ് ഗംഭീര പടങ്ങൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പടങ്ങളുണ്ട് ജയസൂര്യയുടെ പറയുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ദിലീപേട്ടന്റെ കയ്യിൽ നിന്നും ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ഇത് തകർക്കും. അപ്പൊ എന്തായാലും 18-ാം തീയതിയാണ് റിലീസ്. ഞാൻ ടിക്കറ്റ് എടുക്കും, യാതൊരു സംശയം വേണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നിങ്ങളുടെ സ്വന്തം കാക്കു. ബൈ.